ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് ഹെയർ പാക്ക് ആണ്. ഏത് ടൈപ്പ് മുടിക്ക് വേണമെങ്കിലും ഈ ഹെയർ പാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഹെന്ന പൗഡർ, ഏത് ബ്രാൻഡിന്റെ ഹെന്ന പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ കിട്ടിയത് മെഡിമിക്സിന്റെ 18 ഹെർബ്സ് ഉള്ള ഹെന്ന പൗഡറാണ്. നോർമൽ ഹെന്ന പൗഡർ ആയാലും മതി. ഇൻഡിഗോ പൗഡർ, ഇതിന്റെ നീലയാമരി പൗഡർ എന്നും നമ്മൾ പറയാറുണ്ട്. അംല പൗഡർ, നെല്ലിക്കപ്പൊടി, നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണിത്. നീം പൗഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിന്റെ പൊടിയാണിത്. യോഗേർട്ട്, തൈര്, പുളിപ്പ് കുറവുള്ള തൈര്, 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം. ഇത്രയും 6 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഹെന്ന പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിന്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിന്റെ ചട്ടിയിൽ നമ്മൾ ഹെന്ന മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളറാവും. അപ്പോൾ നമുക്ക് ഗ്രേ ഹെയർ എന്ന് വെച്ചാൽ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ബ്ലാക്ക് കളറിലേക്കോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്കോ ഒക്കെ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇരുമ്പിന്റെ ചട്ടിയിലെങ്കിലും നോർമൽ പാത്രത്തിലായാലും നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഹെന്ന പൗഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഹെന്ന പൗഡറിന്റെ യൂസേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഹെയർ ഗ്രോത്തിനും പിന്നെ നമുക്ക് ഡാമേജ് ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഹെയർ എല്ലാം നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുകയും ചെയ്യും. പിന്നെ ഡാൻഡ്രഫ് വരാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഹെന്ന പൗഡർ കൊണ്ടുണ്ട്. ലോങ് ഹെയർ ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ക്വാണ്ടിറ്റി ഒക്കെ എത്ര എടുക്കണ്ടേ എന്നുള്ളത്. നമ്മളുടെ ഹെയറിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 100 ഗ്രാമിന്റെ അടുത്ത് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻഡിഗോ പൗഡറിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാല് നമ്മളുടെ ഹെയറിന്റെ വോളിയം കൂട്ടാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻഡിഗോ പൗഡർ. പിന്നെ നമ്മളുടെ ഹെയർ ലോസ് കുറയ്ക്കുകയും ചെയ്യും. നമുക്ക് ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് കളർ, ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അത് ബ്ലാക്ക് കളർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. നീം പൗഡർ എടുക്കാം. നീം പൗഡർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഹെയർ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുള്ള മുടികൾ ഉണ്ടാവില്ലേ നമുക്ക്, അപ്പൊ സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്പ്ലിറ്റ് മുടിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നീം പൗഡർ മന്ത്ലി 2 തവണ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് പിന്നെ മുടി സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ തലയോട്ടിയിലെ ബ്ലഡ് ഫ്ലോ എല്ലാം കൂട്ടുന്നുണ്ട് നീം പൗഡർ. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ നീം പൗഡർ എടുത്തിട്ടുണ്ട്. നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. നെല്ലിക്കാപ്പൊടിയുടെ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ തലയിൽ ഒരു നാച്ചുറൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ സെബം എന്ന് പറയും. അപ്പോൾ ഈ സെബം നന്നായിട്ട് പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ നെല്ലിക്കാപ്പൊടി. അപ്പോൾ ഈ സെബം നന്നായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ തലയിലെ ഡ്രൈനെസ് കുറയ്ക്കുകയും ചെയ്യും. ഇത് ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്കാപ്പൊടി. പുളിപ്പ് കുറവുള്ള 2 ടീസ്പൂൺ യോഗർട്ട് ഇട്ട് കൊടുക്കാം. യോഗർട്ടിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ മുടി നന്നായി തിളങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചായപ്പൊടിന്റെ യൂസേജ് പറയുന്നത് നമ്മൾ തലയോട്ടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ തലയോട്ടിയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചായപ്പൊടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഇന്നല്ല ഉപയോഗിക്കുന്നത്, നാളെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഹെയർ പാക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് 1-2 ദിവസം മുൻപ് ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കി വെക്കുക. അപ്പൊ മാക്സിമം ഇത് ഇരുമ്പിന്റെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും. കാരണം ഗ്രേ ഹെയർ എല്ലാം ബ്ലാക്ക് ഹെയർ ആവും, അല്ലെങ്കിൽ വൈറ്റ് ഹെയർ എല്ലാം ബ്രൗൺ കളറായിട്ട് കിട്ടും. അത് മാക്സിമം ഒരു 1 മന്ത് ഒക്കെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ പാക്ക് നമുക്ക് മാസത്തിൽ 1 പ്രാവശ്യം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ മാസത്തിൽ 2 തവണ ഇട്ട് കൊടുക്കാം. ഒക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ ഹെയർ പാക്ക്
റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ നാളെ കാണിച്ചു തരാം. ഇതിന്റെ കളർ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയതിനു ശേഷം വേണം നമുക്കിത് ഹെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നാളെ കാണിച്ചു തരാം ഇതിന്റെ ബ്ലാക്ക് കളറുള്ള റിസൾട്ട്. നമ്മളുടെ ഹെയർ പാക്ക് ഇപ്പോൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഗ്രീൻ കളറിൽ നിന്ന് ബ്ലാക്ക് ഡാർക്ക് ഗ്രേ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മൾ തലയിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുടിക്കെല്ലാം വൈറ്റ് മുടിയെല്ലാം അത്യാവശ്യം ഡാർക്ക് ബ്രൗൺ കളറാവും. ഗ്രേ കളറുള്ള മുടിയെല്ലാം ബ്ലാക്ക് കളറിലേക്ക് മാറുകയും ചെയ്യും. അത് മാക്സിമം ഒരു 3-4 വീക്സ് ഒക്കെ അത് അതേ കളറിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഈ പാക്ക് നിങ്ങൾക്ക് മാസത്തിൽ 1 അതോ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്ന വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.